തിരുവനന്തപുരം മൃഗശാലയിൽ ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് കടുവ ഇവിടുത്തെ ജീവനക്കാരനെ ആക്രമിച്ചത്. കൂട് കഴുകാനായിട്ട് ജീവനക്കാരൻ രാമചന്ദ്രൻ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ കൂടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കൂട് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടെ ആ ഗ്രില്ലിനിടയിൽ കൂടി നിന്ന് കടുവയുടെ നഖം ഉപയോഗിച്ചുകൊണ്ട് രാമചന്ദ്രൻ്റെ തലയിൽ ആക്രമിക്കുകയായിരുന്നു. തലയിൽ 6ലധികം സ്റ്റിച്ചുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് മൃഗശാലയിൽ നിന്ന് ലഭിച്ചത്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ വനംവകുപ്പാണ് മൃഗശാലയിലേക്ക് എത്തിച്ചത്. വയനാട്ടിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും അവിടെ വലിയ തരത്തിലുള്ള അക്രമം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു കടുവയാണ്. ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഭീതി പരത്തി പിന്നീട് വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ കുടുങ്ങുകയും അതിനുശേഷം വനംവകുപ്പ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു വർഷം മുമ്പ് എത്തിച്ച കടുവയാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തിരുവനന്തപുരം മൃഗശാലയിൽ വെച്ച് ഇവിടുത്തെ ജീവനക്കാരൻ രാമചന്ദ്രനെ ആക്രമിച്ചത്. രാമചന്ദ്രൻ്റെ തലയിലാണ് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. അദ്ദേഹത്തിൻ്റെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതിനു ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു അവധി ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ മൃഗശാലയിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവധി ദിവസം കൂടുതൽ ആളുകളടക്കം ഇവിടേക്ക് വരുന്നതാണ്. അത്തരമൊരു ദിവസമാണ് ഇങ്ങനെ കടുവയുടെ ആക്രമണം ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം, ഒരുപാട് ആളുകൾ വരുന്നത്. ഈ ഗ്രില്ലിനകത്ത് കടുവ കിടക്കുന്നത് കാണാം. ഇപ്പോൾ വലിയ ശാന്തനായിട്ടൊക്കെ കിടക്കുകയാണ്. പക്ഷേ ഏത് സമയത്തും അക്രമകാരിയാകുന്ന ഒരു കടുവയാണ്. കടുവയുടെയൊക്കെ സ്വഭാവം നമുക്ക് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വനവകുപ്പുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അക്രമകാരി തന്നെയാണ് കടുവ. അപ്പോൾ അത്തരത്തിൽ ഒരു തരത്തിലും മനുഷ്യനുമായിട്ട് ഇണങ്ങാത്ത ഒരു സ്വഭാവം കൂടി ഇത്തരം വന്യമൃഗങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കടുവ, ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഗ്രില്ലിനകത്ത് കിടക്കുന്ന കടുവയാണ് ഈ കൂടിൻ്റെ ഇടത് ഭാഗത്ത് വൃത്തിയാക്കാൻ വേണ്ടി കയറിയ ജീവനക്കാരൻ രാമചന്ദ്രനെ ആക്രമിച്ചത്. രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. ഇവിടുത്തെ ജീവനക്കാർ ഇപ്പോൾ ഈ സംഭവം കണ്ട ആളുകൾ കൂടി ഇവിടേക്കുണ്ട്. നിങ്ങൾ രാവിലെ എപ്പോഴാണ് ഈ സംഭവം നടന്നത്? എന്താ നടന്നത്? ഒരു 11 മണിക്ക് ഞാൻ തൊട്ടടുത്ത കൂടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് രാമേന്ദ്രൻ നാളെ സൂപ്പർവൈസർ വന്ന് വാസടിച്ച് ക്ലീൻ ചെയ്ത്. അപ്പോൾ എൻ്റെ ദേഹത്ത് വെള്ളം വീണപ്പോൾ അത് പ്രകോപനമായി അടിക്കുകയായിരുന്നു. അപ്പോൾ കൂടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കൂട് കഴുകുന്നു. അപ്പോൾ വെള്ളം കടുവയുടെ മേത്തേക്ക് വീണപ്പോഴത്തേക്കും കടുവ പ്രകോപിതനായി. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ അറ്റാക്ക്? എങ്ങനെയായിരുന്നു അറ്റാക്ക്? ഇതൊക്കെ എൻ്റെ ചാടി ഒന്ന് അടിച്ചതാണ്, അത്ര തന്നെ. ഇത് ഒരു വർഷം മുമ്പ് എത്തിച്ച കടുവയാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവം കാണിച്ചിട്ടുണ്ടോ? അറിയാവോ അതിനെക്കുറിച്ച്? ഇല്ല, എന്നാലും വയലൻ്റാണ്. അപ്പോൾ രാമേന്ദ്രൻ്റെ ആരോഗ്യസ്ഥിതി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ളതാണല്ലേ? രാമേന്ദ്രനോട് എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്? ഒരു 19 വർഷം. 19 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാ ദിവസവും കൂട് കഴുകാനായിട്ട് വരികയൊക്കെ ചെയ്യുന്ന ആളുകളാണല്ലേ? അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഉദാഹരണം ഒരു സംഭവം നടക്കുന്നത്? ആദ്യമായിട്ട് സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ നികേഷ് കിരൺ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ഡോക്ടർ, ഇതിപ്പോൾ കടുവയുടെ ആക്രമണം, കടുവ ഒരു തരത്തിൽ മനുഷ്യമായിട്ട് ഇണങ്ങാത്ത ഒരു ജീവിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടായത് കടുവയുടെ ഭാഗത്തു നിന്ന്? നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇത് വയനാട്ടിലെ ഫോറസ്റ്റ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന കടുവയാണ്. അപ്പോൾ അത് ക്യാപ്റ്റീവ് ബോൺ അല്ല, അതായത് സൂവിൽ വളർന്നുണ്ടായ കടുവയല്ല, കാട്ടിൽ ജീവിച്ച കടുവയാണ്. അപ്പോൾ അതിന് വൈൽഡ് ബിഹേവിയർ സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുതലായിരിക്കും. ഇത് ക്വാറന്റൈൻ പീരീഡിൽ തന്നെ അത്യാവശ്യം കുറച്ച് അറ്റാക്കിംഗ് ബിഹേവിയറൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പീരീഡെല്ലാം കഴിഞ്ഞ് ഫുൾ ഹെൽത്തി ആയതിനു ശേഷം നമ്മൾ കൂട്ടിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളം ആകുന്നു കൂട്ടിലേക്ക് മാറ്റിയിട്ട്. ഇതുവരെ അങ്ങനെ ഒരു അറ്റാക്കോ അങ്ങനെ ഒരു പ്രശ്നമോ ഇതുവരെ അവർ കാണിച്ചിട്ടില്ല. എന്നാലും ഇങ്ങനെ ചാർജ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ട്. അതിങ്ങനെ ഹോസിൽ വെള്ളം അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരുടെ നേർക്ക് ചാടി വരുന്ന ഒരു സ്വഭാവം അത് കാണിക്കാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ കൈകൾ ചെറുതായതുകൊണ്ട് എൻ്റെ അടികളുടെ ഇടയിൽ കൂടെ കൈ പുറത്തേക്ക് വന്നാവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നഖം കൊണ്ടിട്ടാണ് തലയിൽ മുറിവുണ്ടായത്. അദ്ദേഹത്തിന് 4 സ്റ്റിച്ച് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണഗതിയിൽ കൂട് വൃത്തിയാക്കുമ്പോൾ ഒരു ഗ്രില്ലിനപ്പുറത്തേക്ക് ഈ കടുവ ഇട്ടിട്ട് വൃത്തിയാക്കലാണല്ലോ ചെയ്യുന്നത്. ഇതിപ്പോൾ സാധാരണഗതിയിൽ ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഈ കൂടിന് പുറത്തേക്ക് വന്നത്? ഒരു കൂട് വൃത്തിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ മറ്റൊരു അഴിക്കുള്ളിലേക്ക് ആക്കണമല്ലോ. ഇത് അങ്ങനെ ആക്കാതിരുന്നതാണോ? എല്ലാ തവണയും നമ്മളങ്ങനെ അനിമലിനെ ക്രാളിനകത്തേക്ക് മാറ്റിയിട്ടല്ല ക്ലീൻ ചെയ്യുക. ചില സമയത്ത് നമ്മൾ കൂടിനകത്തിട്ട് തന്നെ ആയിരിക്കും ക്ലീൻ ചെയ്യുന്നത്. അത് നമ്മൾ അനിമലിൻ്റെ ബിഹേവിയർ അനുസരിച്ചാണ് ചെയ്യുക. അതിന് കൂട് മാറ്റൽ എന്ന് പറയുന്ന ഒരു സ്ട്രെസ്ഫുൾ പ്രോസസ്സാണ്. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. അല്ല വെറുതെ റെഗുലർ റുട്ടീൻ ക്ലീനിങ്ങിനായിട്ട് അനിമലിൻ്റെ കൂട് മാറ്റേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം പുറത്ത് നിന്നിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്, കൂടിനകത്ത് കയറിയിട്ടല്ല. അപ്പോൾ പുറത്ത് അഴികളുടെ ഇടയിൽ കൂടെ കൈ വന്നതാണ്. ഇനിയിപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഭക്ഷണം കൊടുക്കൽ, കൂട് കഴുകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം, പ്രത്യേകിച്ച് ഈ കടുവ കാര്യത്തിനകത്തൊക്കെ എന്തെങ്കിലും അങ്ങനെ ആലോചനയുണ്ടോ? ഡയറക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ ഉടനെ തന്നെ ഒരു അടിയന്തര യോഗം ചേർന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു വർക്കേഴ്സിൻ്റെ ലെവലിലൊരു യോഗം ചേർന്ന് അവർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, കൂടുകൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഡയറക്ടർ നാളെ തന്നെ ഒരു അടിയന്തര യോഗം കൂടി ഈ വിഷയത്തിൽ ചേരുന്നുണ്ട്. എന്തായാലും വലിയ അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയാം. കടുവയുടെയൊക്കെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിലേക്ക് മാറും എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ഇന്നിപ്പോൾ കൂട് കഴുകാനായിട്ട് വന്നതിനിടയിലാണ് അഴിക്കുള്ളിലൂടെ കടുവ കൈ ഉപയോഗിച്ചുകൊണ്ട് രാമചന്ദ്രൻ്റെ തലയിൽ ആക്രമിച്ചത്. തലയിൽ സ്റ്റിച്ചുണ്ട്, പക്ഷേ ഗുരുതരമായിട്ടുള്ള പരിക്ക് അദ്ദേഹത്തിനില്ല. അദ്ദേഹം അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൂവിലെ ജീവനക്കാർ, ഡോക്ടർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു സംഭവം ഇവിടെ നടന്നത്. അവധി ദിവസമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കൂടി സൂവിലേക്ക് വന്നിരുന്നു.
എന്തായാലും രാമചന്ദ്രന്റെ പരിക്ക് അത്ര ഗുരുതര സ്വഭാവമുള്ളതല്ല. എന്തായാലും നാളെ ബന്ധപ്പെട്ട ജീവനക്കാരുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു യോഗം ഡയറക്ടറുടെ നേതൃത്വത്തിൽ ചേരും. അതിനുശേഷം മറ്റു കാര്യങ്ങളടക്കം മൃഗശാല അധികൃതർ കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം കൂടി ഡോക്ടർ നികേഷ് പറയുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് സാദിഖ് പാറക്കലിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.